വെൽക്കം. ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ സെക്ഷനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണിപ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പഠിച്ചേ പറ്റും. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പെൻഡിങ് ആയിട്ട് നടക്കുന്ന പോർഷൻസൊക്കെ തീർക്കലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. പെൻഡിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ചില കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് തീർത്ത് വെക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഈ ഷോർട്ട് നോട്ട്സ് PDF ഒന്നും വായിച്ച് ഒട്ടും മനസ്സിലാവാത്ത ഒരാളാണ് ഞാൻ. ആ ഒരു സമയത്ത് ഞാൻ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ടോപ്പിക് ഏതാണോ അതെടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മനസ്സിലൊരു തൃപ്തി വരികയും ചെയ്യും. ഇപ്പോൾ ചെറിയ ടോപ്പിക്ക് നമ്മൾ ടെക്സ്റ്റിലാണ് പഠിച്ചാൽ പോലും നമുക്ക് എന്തൊക്കെയോ പഠിച്ചു എന്നൊരു തോന്നൽ വരികയും ചെയ്യും. പിന്നെ നമ്മുടെ ICSE തന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ ടെക്സ്റ്റ് ബുക്സിനായിരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സോഴ്സിലുള്ള നോട്ട്സോ വീഡിയോസിനൊക്കെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടെക്സ്റ്റിലുള്ള ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയുള്ള വീഡിയോസ് കണ്ടാലും ഇപ്പോൾ ഷോർട്ട് നോട്ട്സ് കണ്ടാലും അതിനായിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പക്ഷേ റിപ്പീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അല്ല കേട്ടോ. കാരണം അവർ 2-3 പ്രാവശ്യം ഓൾറെഡി ടെക്സ്റ്റ് കവർ ചെയ്തിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും സോഴ്സിലുള്ളൊരു PDF ഷോർട്ട് നോട്ട്സ് എല്ലാം നോക്കിയാൽ മതി. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് കവർ ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കണം. പിന്നെ കമ്പനി സെക്രട്ടറി കോഴ്സിലേക്കുള്ള എൻട്രി റൂട്ട്സിനെ പറ്റിയിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് +2 കഴിഞ്ഞിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടും ജോയിൻ ചെയ്യാം. ഡിഗ്രി ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ +2 കഴിഞ്ഞാൽ വരുന്നെങ്കിൽ 3 ലെവലാണുള്ളത്: CSET, CS എക്സിക്യൂട്ടീവ് ആൻഡ് CS പ്രൊഫഷണൽ. പക്ഷേ ഡിഗ്രി കഴിഞ്ഞാൽ വരുന്നെങ്കിൽ ഈ എൻട്രൻസ് ലെവൽ അങ്ങ് മാറും. നമുക്ക് CS എക്സിക്യൂട്ടീവിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം, അത് കഴിഞ്ഞാൽ CS പ്രൊഫഷണലും. ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് CSET ലെവൽ മുതലേ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് CS എക്സിക്യൂട്ടീവിൽ കയറണമെങ്കിൽ അങ്ങനെയും പറ്റും കേട്ടോ. പക്ഷെ ഞാൻ വന്നത് +2 കഴിഞ്ഞിട്ടാണ്, അപ്പോൾ എനിക്ക് 3 ലെവലാണുള്ളത്. പിന്നെ വന്നൊരു കമൻറ്റാണ്, CS കോഴ്സ് ഏതൊരു പ്രൊഫഷണൽ കോഴ്സിനെ പോലെ തന്നെ കമ്പനി സെക്രട്ടറി ടഫാണ്, ഇതിനകത്തും പ്രാക്ടിക്കൽ സബ്ജക്ട്സും ഉണ്ട്. പക്ഷെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്നത് എന്താ, തിയറി ബേസ്ഡ് ആണെന്നല്ലേ. പക്ഷേ റിയാലിറ്റി അതല്ല, ഇതിൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ്സ് ഇതൊക്കെയായിരുന്നു. ഞാൻ അപ്പത്തിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വീഡിയോയിൽ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ. സോ ഇപ്പോൾ സമയം നല്ലോണം ഇരുട്ടി, അതുപോലെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പെട്ടെന്ന് ഈ ടോപ്പിക്സ് ഒക്കെ തീർത്ത് ഡിന്നർ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഫസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് CS റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. സോ എക്സാം എഴുതുന്ന എല്ലാ CS ആസ്പിറൻസിനും ബെസ്റ്റ് വിഷസ്. സോ ഇപ്പോൾ സമയം ഒരു 7 മണി അടുപ്പിച്ചാവാറായി. ഈ ഒരു സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ബൈ.